Hi friends, welcome to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 10ന്റെ Pubg ഗെയിമിംഗ് റിവ്യൂ ആണ്. നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി Pubg Realme Narzo 10ൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചോ? ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടോ? എത്ര ഭംഗിയായിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ? 12,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ അതിന് എത്രത്തോളം ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് Realme Narzo 10ന്റെ Pubg ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 67%, ടെമ്പറേച്ചർ 32 ഡിഗ്രി. Realme Narzo 10ലെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ലെവൽ ഹൈ ഫ്രെയിം റേറ്റ് ഓപ്ഷനാണ്. HDR ഓപ്ഷൻ നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നതും ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ തന്നെയാണ്. 12,000 രൂപയ്ക്കാണ് Realme Narzo 10 ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്കൊരുവിധം നല്ലൊരു ചിപ്സെറ്റ് ആണ് Realme Narzo 10ൽ ലഭിക്കുന്നത്. MediaTek Helio G80 പ്രോസസ്സറാണ് Realme Narzo 10ൽ വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും നമുക്ക് Realme Narzo 10ൽ ലഭിക്കുന്നുണ്ട്. 16.51 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയും Realme Narzo 10ൻ്റെ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിന് പ്ലസ് പോയിൻറ്റ്സ് ആണ്. നമുക്ക് ഓവറോൾ Realme Narzo 10ൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ Pubg Realme Narzo 10ൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല ഗെയിമിംഗ് ഓഡിയോ ക്വാളിറ്റിയും നമുക്ക് Realme Narzo 10ൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് ഡിവൈസാണ് Realme Narzo 10. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാംസങ്ങിൻ്റെ M11, റെഡ്മി നോട്ട് 8, വിവോ U20 ആ ഡിവൈസുകളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് ആണ് Realme Narzo 10ൽ ലഭിക്കുന്നത്. Realme Narzo 10ൽ നമുക്ക് കളിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിം സെറ്റിങ്സിലും നമുക്ക് അത്തരം ഡിവൈസുകളിൽ കളിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇവിടെ നമുക്ക് ഗെയിം സെറ്റിങ്സ് ആണെങ്കിലും നല്ലൊരു ഗ്രാഫിക്സ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് Realme Narzo 10ൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ ഒരു 12,000 രൂപയുടെ ഒരു സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് ഡിവൈസാണ് Realme Narzo 10. നമുക്ക് ഗെയിം കളിക്കുമ്പോൾ അപൂർവം ചില രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് നമുക്കിടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്നൊരു ഫാക്ടറൊന്നുമല്ല. പിന്നെ നമ്മളിപ്പോൾ കളിക്കുന്നത് HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റ് ലെവലിലാണ്. നമുക്ക് സ്മൂത്ത് ഗ്രാഫിക്സോ ബാലൻസ്ഡ് ഗ്രാഫിക്സിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്ക് പിന്നെ ഗെയിം കളിക്കുന്നതിനിടയിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ കളിക്കുന്നതുകൊണ്ടുള്ള ചെറിയൊരു ഇതുണ്ട്. അതല്ലാതെ മേജറായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന ഫാക്ടേഴ്സൊന്നും Realme Narzo 10ൽ നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ഏകദേശം 20 മിനിറ്റിന് മേലെ ഗെയിം കളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5% ബാറ്ററി
കൺസംഷൻ നടന്നിട്ടുണ്ട്. അതായത് ഇപ്പം നേരത്തെ 67% ആയിരുന്നു, ഇപ്പോൾ 62% ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നേരത്തെ നമ്മൾ ഗെയിം കളിക്കുന്നതിന് മുമ്പ് 32 ഡിഗ്രി ആയിരുന്നു, ഇപ്പോൾ അത് 40 ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ റിയൽമി നർസോ 10ലും കാണുന്നുണ്ട്. പൊതുവേ ഈ ഒരു ഹീറ്റിംഗ് നമ്മൾ മിക്ക ഗെയിമിംഗ് ഡിവൈസുകളിലും കാണുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ നടത്തുന്ന ഗിവ്അവേയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.